ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ അതിൻ്റെ 28 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദവർത്തി വായിക്കാം. 21 മുതൽ 28 വരെയുള്ള ഒരു കാനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരവും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവർ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് വീണ്ടും അവൾ പറഞ്ഞു. അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നാരുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ. അതിലൊരു വാക്യമാണ് ഇന്ന് ഒന്ന് സ്പെസിഫിക് ആയിട്ട് വായിക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുന്നത്. അതിൻ്റെ 28-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യം ഇതാണ്. കർത്താവായ യേശു ആ കാനാന്യ സ്ത്രീയോട്, സീറോ ഫിനീഷ്യൻ സ്ത്രീയോട് പറയുക, മകളെ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ സാധിക്കട്ടെ. നമുക്കറിയാം, പലവട്ടം നാം കേട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രസംഗഭാഗം. ഞാൻ തന്നെ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളെ കുറിച്ച് ഞാൻ ഈ ഭാഗം എടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 21-ാമത്തെ വാക്യം. ഈശോയോട് വിട്ട് സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കന്യാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ തന്നെ ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, കർത്താവായ യേശു ആ ശുശ്രൂഷകളുടെ ആധിക്യ നിമിത്തം വിശ്രമമെടുക്കുവാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ റെസ്റ്റ് എടുക്കാൻ പോകുകയാണ്. താൻ എവിടെയായിരിക്കുന്നുവെന്ന് ജനത്തിനൊന്നും അറിഞ്ഞുകൂടാനും അത്രയും രഹസ്യമായൊരു സ്ഥലത്താണ് പോയിരിക്കുന്നത്. എന്നാൽ ആരും അറിയാത്തതായിരിക്കുന്ന ആ സ്ഥലത്ത് യേശു വിശ്രമിക്കുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് കടന്നു വരുന്ന ഒരു സ്ത്രീയെ അവിടെ കാണാൻ കഴിയും. കേട്ടോ? ആ സ്ത്രീ എന്ത് ചെയ്തു? കാനാന്യ സ്ത്രീ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത, അത് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം ഈ 15-ാം അധ്യായത്തിന്റെ നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗങ്ങൾ 21 മുതൽ 28 വരെയുള്ള ഈ വാക്യങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കിടക്കുന്നത്. 28-ാമത്തെ വാക്യം, അതായത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ.
അവളുടെ ഹൃദയത്തിലെ ആഗ്രഹമായിരിക്കുന്ന തൻ്റെ മകൾക്കുണ്ടായിരുന്ന ഭൂതോപദ്രവം മാറി അവൾക്ക് സൗഖ്യം ലഭിക്കാനായിട്ടിടയെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വേദവചനം കർത്താവ് തിരുവായി മൊഴിഞ്ഞതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. നാം ഏതു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാറില്ല. സ്വാർത്ഥതയിൽ നാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉത്തരം കിട്ടുകയില്ല എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥതയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് ഒരു ചെറിയ കുട്ടി മൂർച്ചയുള്ളൊരു കത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ചിലപ്പോൾ കൊടുക്കില്ല. കാരണം അവൻ ചിലപ്പോൾ കളിക്കാനായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ അവൻ്റെ കൈ മുറിഞ്ഞാലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആത്മീയരായിട്ട് നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട നാം ഒത്തിരി ധനം ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ, ഒത്തിരി സൗകര്യങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കരഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? ഞങ്ങളുടെ കണ്ണീര് കാണണമേ, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരണമേ. ഞങ്ങൾ ഈ അവസ്ഥയിലാകെ കഠിനമായി ഞങ്ങളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. എന്നാൽ പിന്നെ നേരെ ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്ന കാനാൻ ദേശത്തേക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെലവായിരുന്നില്ലേ? ഇല്ല. അവരുടെ ജീവിതത്തിൽ ഒരു മരുഭൂ പ്രയാണത്തിലൂടെ അവർ വഴി നടത്തിക്കൊണ്ടുപോയി. ദൈവം ആരെന്ന്, ദൈവത്തെ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയായിരിക്കണമെന്ന് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് അതിൽ വിജയിച്ചവരെ എവിടേക്ക് കൊണ്ടുപോയി? കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ 21 വാക്യം ഒന്ന് വായിച്ചേ. 21 വാക്യം. ഈശോയോടും വിട്ട് സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കന്യാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ തന്നെ ഈ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, കർത്താവായ യേശു ആ ശുശ്രൂഷകളുടെ ആധിക്യ നിമിത്തം വിശ്രമമെടുക്കുവാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ റെസ്റ്റ് എടുക്കാൻ പോകുകയാണ്. താൻ എവിടെയായിരിക്കുന്നുവെന്ന് ജനത്തിനൊന്നും അറിഞ്ഞുകൂടാനും അത്രയും രഹസ്യമായൊരു സ്ഥലത്താണ് പോയിരിക്കുന്നത്. എന്നാൽ ആരും അറിയാത്തതായിരിക്കുന്ന ആ സ്ഥലത്ത് യേശു വിശ്രമിക്കുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് കടന്നു വരുന്ന ഒരു സ്ത്രീ അവിടെ കാണാൻ കഴിയും. കേട്ടോ? ആ സ്ത്രീ എന്ത് ചെയ്തു? കാനാനി സ്ത്രീ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത, അത് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന വിശ്വാസം. ഇന്ന് ലോകത്ത് പലരും ദുഃഖിതരായിട്ട്, വാതിലുകൾ അടഞ്ഞുപോയിട്ട്, രോഗങ്ങൾ വന്നിട്ട് പല സ്ഥലത്തേക്കും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഒന്നാമത്തെ ഈ സ്ത്രീയുടെ പ്രത്യേകത, ഈ സ്ത്രീ അന്വേഷിച്ചത് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന വിശ്വാസം. ആമേൻ. അങ്ങനെ അവള് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുക, ഈ ലോകത്തിലുള്ള അനേക ജനം യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഹല്ലേലൂയ പല പ്രതിസന്ധികളെയും മാറ്റുവാൻ യേശുവിന് കഴിയും. ആമേൻ. ഒന്നാമത്തെ പ്രത്യേകത, അവൾ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ചു കണ്ടെത്തി. അന്വേഷിക്കുന്ന ഒരു വിശ്വാസം. നമ്മൾ പലപ്പോഴും അന്വേഷിച്ചിട്ട് കണ്ടെത്താണ്ട് ഇരിക്കുമ്പോൾ ആ പരിപാടി അവസാനിപ്പിക്കും. ഞാനുണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് അന്വേഷിച്ച് കടകൾ കണ്ടുപിടിക്കാൻ നോക്കും, ആ ബോർഡ് കണ്ണ് കാണില്ല, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ 4 പ്രാവശ്യം പോകുന്നുണ്ടാവും, എന്നാൽ നമ്മുടെ കണ്ണിൽ പെടില്ല. അത് കഴിഞ്ഞ അവസാനം ഇന്നിന് വേണ്ട, തിരിച്ചുവിട്ടു. പക്ഷെ അങ്ങനെയല്ല ഈ സ്ത്രീ. ഈ സ്ത്രീ എന്ത് ചെയ്തു? അന്വേഷിച്ച് കണ്ടെത്തി. അന്വേഷിക്കുന്ന വിശ്വാസം. കർത്താവ് പറഞ്ഞു, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. അക്ഷരാർത്ഥത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്യം ഈ സ്ത്രീ നിറവേറുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവൾ അന്വേഷിച്ചു. ഇനി അന്വേഷിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്തുണ്ടായത് ഒന്ന് വായിച്ചേ.
എന്താ വിളിച്ചത് അവള്? ദാവീദ് പുത്ര. അവിടെ നിൽക്കണമേ. ദാവീദ് പുത്ര. ഇത് ഇന്ന് മത്തായി പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ദാവീദ് പുത്ര. ആ വാക്ക് എടുത്തുപയോഗിച്ചിരുന്നു. ദാവീദ് പുത്ര. എന്താ ഇവിടെ പ്രത്യേകത? അതായത് എന്തായിരിക്കാം അത്? കനാന്യ സ്ത്രീ, ജാതീയ സ്ത്രീ, ദൈവത്തെ അറിഞ്ഞുകൂടാത്ത സ്ത്രീ. ഹല്ലേലൂയ. ആ സ്ത്രീ യേശുവിനെ വിളിക്കുക ദാവീദ് പുത്ര. യേശു പറയുന്ന വാക്ക് നിങ്ങൾ മറക്കരുത്. സ്ത്രീ എന്നതിന്റെ വിശ്വാസം വലുത്. ആ വാക്ക് നിങ്ങൾ ഓർക്കണേ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായ വിശ്വാസമാണ്. ആമേൻ. പലർക്കും പലതിനും വിശ്വാസമുണ്ട്. ചിലർക്ക് പാസ്റ്റർമാരെ വിശ്വാസമുണ്ട്, ചിലർക്ക് പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, ചിലർക്ക് വലിയ അപ്പസ്തോലന്മാരെ വിശ്വാസമുണ്ട്, ചിലർക്ക് അത്ഭുതം ചെയ്യുന്നവരെ വിശ്വാസമുണ്ട്, ചിലർക്ക് ഭൂതങ്ങളെ പുറത്താക്കുന്നവർ വിശ്വാസമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അധിഷ്ഠിതമായ ഒരു വിശ്വാസമാ ഈ സ്ത്രീയുടെ വിശ്വാസം എന്ന് ആ വിളിയിൽ തിരിച്ചറിയാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാളെ ഇങ്ങനെ പറയാനടേ, അതായത് ഒരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആരെ വലിയ കൺവെൻഷന് വിളിക്കണം എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഒരാളൊരു ദിവസത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പേര് പറഞ്ഞപ്പോൾ അമേരിക്കയിലുള്ള വിളിക്കാൻ വിചാരിച്ച ആൾക്കാർ പറഞ്ഞു എന്ന് പറയണേ, അങ്ങൂര് വചനത്തി എന്ന് പറയുള്ളൂ, അങ്ങൂര് എന്തെന്ന് പറയുള്ളൂ, അങ്ങൊരു വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു പോവുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും പറയില്ല. ഇത് കാരണം ഇന്ന് കൺവെൻഷൻ ആൾക്കാർക്ക് ചിരിപ്പിക്കണം, നാടകം പോലെ കാണിക്കണം, മോണാക്ട് കാണിക്കണം, കൈയടിക്കണം. അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ട് ഒരു സിനിമാ തിയേറ്ററിൽ എങ്ങനെ 1.5 മണിക്കൂർ നിന്ന് പൊട്ടിച്ചിരിക്കാമോ, അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് കൺവെൻഷൻ പ്രസംഗരെ കൊണ്ടാ അങ്ങനെയുള്ളവർക്ക് ഡിമാൻഡുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പ്രസംഗം 1/2 മണിക്കൂർ കൊണ്ട് പറയുമ്പോൾ ആൾക്കാർ അടുത്തത് എന്താന്ന് ആലോചിക്കാൻ പോലും, ഈ പറഞ്ഞെന്താന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടില്ല. പറഞ്ഞെന്താന്ന് ആലോചിക്കാൻ പോലും. അപ്പൊ ഇവര് വിചാരിക്കുന്നറിയോ, ഈ 1 മണിക്കൂറിന്റെ പ്രസംഗം 1/2 മണിക്കൂർ കൊണ്ട് പറയുമ്പോ ഇതിങ്ങനെ ഒന്നിനു പുറകെ ഇങ്ങനെയോട് വന്നുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ വിചാരം എന്താ അറിയാമോ, ഇതാണ് അഭിഷേകം. ഇരട്ടി സ്പീഡിൽ പറയുന്നതാണ് അഭിഷേകം. ചിലവരൊക്കെ പറയണേക്കണം. ഞാനാണ് ഞെട്ടിപ്പോയി. എന്റെ വിചാരം ഈ റിവൈവൽ എന്ന് പറയുന്നതും ഈ ഫയർ എന്ന് ഇവർ പറയണതും ഈ ശ്വാസം മുട്ടി പറയുന്നതാണോ? അങ്ങനെയാണോ? അങ്ങനെയല്ലേ അല്ല. ദൈവവചനം അത് കേൾക്കാനുള്ളതാ, അത് പഠിക്കാനുള്ളതാ, അത് ധ്യാനിക്കാനുള്ളതാ, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാ. ഇവിടെ ഈ സ്ത്രീയുടെ വിശ്വാസം വചനാധിഷ്ഠിതമായ വിശ്വാസം. അപ്പൊ ഇവ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം അന്വേഷിക്കുന്ന വിശ്വാസം, യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന വിശ്വാസം. രണ്ടാമത്തെ കാര്യം വചനാധിഷ്ഠിതമായ വിശ്വാസം. ദാവീദ്. പിന്നെ വായിച്ച വാക്യം ഒന്നുകൂടി. ദാവീദ് പുത്ര. അപ്പൊ അതിനു മുമ്പ് വേറൊരു കാര്യം അല്ലല്ല, അതിനു മുമ്പ് ആ വാക്യത്തില് പറയുന്ന ഒരു കാര്യം കേട്ടെ. അതായത് ദേശത്ത് നിന്നൊക്കെ ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവേ വന്നിട്ട് എന്ത് പറഞ്ഞു? പോട്ടെ, 2 കാര്യങ്ങളാണ് കിടക്കുന്നത്. വിശ്വാസത്തിന്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വചനാധിഷ്ഠിതമായ വിശ്വാസം, 2 അന്വേഷിച്ച് കണ്ടെത്തിയ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ വിശ്വാസം, 3ാമത് അവനിൽ കർത്തൃത്വം ആരോപിക്കുന്നല്ല, കർത്തൃത്വം ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം. ആ ഒറ്റ വാക്യത്തിൽ 3 വിശ്വാസം കിടക്കാം. എന്ത്? അന്വേഷിച്ച് കണ്ടെത്തുന്ന, യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന വിശ്വാസം. 2ാമത് അവനിൽ കർത്തൃത്വം വിശ്വസിക്കുന്ന വിശ്വാസം. 3ാമത്തേത് വചനാധിഷ്ഠിതമായ വിശ്വാസം. നമ്മുടെ വിശ്വാസം അങ്ങനെയായിരിക്കണം. ഇന്ന് പലരുടെയും വിശ്വാസം അങ്ങനെയല്ല. കാര്യം നടക്കാനുള്ള വിശ്വാസമാണ്, കാര്യസാധ്യത്തിന്റെ വിശ്വാസം, ധനസമ്പാദനത്തിന്റെ വിശ്വാസം, ഭൗതിക അനുഗ്രഹത്തിന്റെ വ്യത്യാസം, നോട്ട് രട്ടിപ്പിച്ച് കിട്ടാനുള്ള വിശ്വാസം. ഹല്ലേലൂയ. 3 വിശ്വാസങ്ങൾ ഇവിടെ ഒറ്റ വാക്യത്തിൽ കാണുക. ഹല്ലേലൂയ. എന്നോട് കരുണ തോന്നണമേ എന്നവൾ അപേക്ഷിച്ചു. ഓക്കെ, അടുത്ത വാക്യം വായിക്കേ. എന്റെ മകൾക്ക്
ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, അവൾക്കൊരു കാര്യം മനസ്സിലായി. അവളുടെ മകളിൽ വ്യാപരിച്ചത് എന്താന്ന് മനസ്സിലായി. ഓ, ഭൂതത്തിന്റെ ഉപദ്രവമാണ്. അതായത് ദൈവത്തിന്റെ ശിക്ഷയാണോ ഭൂതത്തിന്റെ ഉപദ്രവമാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതൊരു സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചിലര് കർത്താവ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയുമോ, ചിലർ നേരെ ചൊവ്വ ചിലപ്പോൾ ഒരു ശിക്ഷയൊക്കെ കൊടുക്കും. അതുകൊണ്ട് ചില രോഗങ്ങളൊക്കെ വരും. എന്നാൽ ഭൂതം ഉപദ്രവിച്ചാലുണ്ടാവുന്ന രോഗം അല്ലെങ്കിൽ പ്രയാസം എന്താണെന്നുള്ളത് വേറെ ചിലർക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവളായതുകൊണ്ടാണ് പല സ്ഥലത്ത് പോയിട്ടും അവൾക്ക് സൗഖ്യം കിട്ടാതെ അവൾ ഇവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞു, ആ വസ്ത്രത്തിന്റെ വിളിമ്പി തൊട്ട സ്ത്രീ അനേക ആൾക്കാരുടെ അടുത്ത് പോയി, അവളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. അവസാനം യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അതേപോലെ തന്നെയാ ഈ സ്ത്രീക്ക് മനസ്സിലായി, തന്റെ ഈ മോളെ കൊണ്ടുപോവാത്ത സ്ഥലമില്ല. കൂടോത്രവും എന്താ പറയാ മന്ത്രവാദവും അതുപോലെ ഏതെല്ലാം സ്ഥലത്ത് എന്തെല്ലാം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അവസാനമായിരിക്കാം അവൾ ശരിക്കും മനസ്സിലാക്കിയത്, അവൾ അറിഞ്ഞത്, അവൾ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു. ഹല്ലേലൂയ. അവൾ യേശുവിന്റെ കർത്തൃത്വത്തെ മനസ്സിലാക്കി വിശ്വസിച്ചു. മൂന്നാമത്തെ കാര്യം, അവൻ വചനാധിഷ്ഠിതമായി വിശ്വസിച്ചു. അവൾ മനസ്സിലാക്കി. ആ വിശ്വാസത്തിന്റെ അടി ഉറച്ച കാര്യമാ അവള് പറഞ്ഞ വാക്ക്. എന്തവള് പറഞ്ഞു? അവള് കർത്താവ് എന്ന് വിളിച്ചത് മാത്രമല്ല യേശു മനസ്സിലാക്കിയത്. യേശു മനസ്സിലാക്കി. അവള് പറയാ, എന്റെ മകൾക്ക് ഭൂതത്തിന്റെ ഉപദ്രവമുണ്ട്. യേശു ആ സമയത്തൊന്നും മിണ്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് യേശുവിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? എന്താ കാരണം അറിയാമോ? യേശു ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു, കൊല്ലുന്നവനും മുടിക്കുന്നവനും നശിപ്പിക്കുന്നവനും അത്രേ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പിശാചിന്റെ കെട്ടുകളെ അഴിക്കാൻ വന്നവന്റെ അടുത്തേക്ക് ഒരു കാനാന്യ സ്ത്രീ വിശ്വാസത്തോടെ കടന്നു വരുമ്പോൾ എന്റെ കർത്താവിന് എത്രത്തോളം സന്തോഷമുണ്ടാകും. ആമേൻ. യേശു പറയാ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടുന്നു, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ഇവിടെ ഈ സ്ത്രീ വന്നിട്ട് പറയാ, എന്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്. നീല വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞത് എങ്ങനെയാ? വെറുതെ വിളിച്ചു പറഞ്ഞാണോ? പിന്നെ അല്ലല്ല, വീറ്റ് എങ്ങനെ വിളിച്ചു പറഞ്ഞു? എങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാ ഞാൻ ചോദിക്കണേ. നില വിളിച്ചു പറഞ്ഞു. എന്താ ഈ നിലവിളി എന്ന് പറയുന്നത്? ഒരു മിനിറ്റ് ഒന്ന് തിരിച്ച് പറയാം. അതായത് ചില പെണ്ണുങ്ങള് ഭർത്താക്കന്മാര് വഴക്ക് പറയുമ്പോ ഹൃദയത്തിനുള്ളിൽ തന്നെ പറഞ്ഞ ചുണ്ടിങ്ങനെ ഇങ്ങനെ കാണിക്കുള്ളൂ അല്ലേ? കുറച്ചും കൂടി കേമായി വരുമ്പോ കുഞ്ഞു കുറച്ച് കരച്ചിലൊക്കെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. എന്നാ വീട് കത്തുമ്പോ എങ്ങനെ കരയണേ? നിലവിട്ടുള്ള കരച്ചില, അതിനെയാ നിലവിളി എന്ന് പറയുന്നത്. നിലവിട്ട് ആര് കേട്ടാലും കുഴപ്പമില്ല, ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, നിലവിട്ട് കരയുക. ആരുടെ മുമ്പില്? സഹായിക്കാൻ കഴിയുന്നവന്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അവളുടെ വിശ്വാസത്തിൽ ഒരു എന്തില്ല, ഒരു അപമാനം തോന്നല്ല. ഏത്? ആരെന്ത് വിചാരിക്കുന്ന ഒരു വിചാരമില്ലാത്ത വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നാ നിലവിട്ടുള്ള വിളി ഉയർന്നത്. പ്രൈസ് ദി ലോർഡ്. വിളി ഉയർന്നു. ഇനി വായിക്കി. അവൻ അവളോട് വാക്കും പറഞ്ഞില്ല. അയ്യോ, കർത്താവ് ഒരു വാക്ക് പോലും പറയണില്ല, ഒരു വാക്ക് പോലും പറയണില്ല. വായിക്കും. അവന്റെ ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഇവിടെ യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ച്, യേശുവിന്റെ ദയയെക്കുറിച്ച്, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അതുപോലെ അറിയുന്നവരാര്? കർത്താവിന്റെ ശിഷ്യന്മാര്. ഇന്ത്യ കർത്താവ് മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഇവര് പറയാണ്, ദേ ഈ സ്ത്രീ എങ്ങനെ വരിക? നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പുറകെ വരിക. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആരെ സാധാരണഗതിയിൽ പുറകെ വരുന്ന ആൾക്കാർ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ ഇതിലൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കണ്ടു. ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ കയറി എവിടേക്ക് പോവാം. അപ്പോൾ ഇവരുടെ വീട്ടിലെ പട്ടിയുണ്ടല്ലോ, എങ്ങനെ ഇതുമ്മയ്ക്ക് ചാടി കയറാൻ നോക്കാം. കാരണം ഇവരുടെ കൂടെ പോരാൻ വേണ്ടി
അപ്പോൾ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും കൂടി പോകാൻ പറ്റുള്ളൂ, പട്ടിയെ അടുക്കെടുത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. പട്ടി ഈ ബൈക്ക് പോകുമ്പോൾ ബൈക്കിന്റെ പുറകെ ഇവൻ വേച്ചടിച്ച് ഓടി വരാം. അപ്പൊ ഈ കാറ് കണക്കല്ലേ ഈ പോണേ, ഇത് പല വട്ടം ഇടിക്കാൻ പോവാ മറ്റേതില് എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു പട്ടിയില്ലേ, നമ്മുടെ പുറകെ അതിന് പോകണമെന്ന് എന്തോ ഒരു ആഗ്രഹം. ഒരു യജമാനന്റെ പുറകിൽ പോകാൻ ആഗ്രഹിക്കുന്ന നായ്ക്കുട്ടികളെ കണ്ടിട്ടില്ലേ? സ്കൂള് വിട്ട് വരുമ്പോ കൊച്ചിനെ, വീട്ടിലെ കുഞ്ഞു കൊച്ചിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒരു പട്ടിക്കുഞ്ഞ്. ബസ്സിൽ നിന്ന് ഇറങ്ങണ വഴി അവൻ ഓടിച്ചേന്ന് മോച്ച് തിരിച്ച്. അപ്പോ ഒരു യജമാനന്റെ പുറകിൽ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ ആൾക്കാരെ പോലെയാ ഈ സ്ത്രീ. ഈ യജമാനെ പുറകിൽ എന്ത് ചെയ്യുക? നിലവിളിച്ചു കൊണ്ടുവരിക. വായിക്കാം. നിലവിളിച്ച് പറഞ്ഞു, അവിടെ പറഞ്ഞയക്കണമെന്ന് അവരോട് വിളിച്ചു. അതിന് അവൻ, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളയിലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ കർത്താവ് ഇവര് ശിഷ്യന്മാരാണല്ലോ, ഇവരോടാണ് മറുപടി പറയണേ. ശരിക്കും ആ സ്ത്രീയോടെല്ലാം അതിന്റെ മറുപടി പറയണേ. എന്നിട്ട് ഇവരോട് പറയാ, അതെ നിങ്ങളൊക്കെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, ഇസ്രായേൽ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ഞാനല്ലേ, അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ഒക്കെ അല്ലേ? അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളിൽ കാണാതെ പോയവരുടെ അന്വേഷിച്ചാൽ ഞാൻ വന്നേക്കണമെന്ന് പറഞ്ഞു. കേട്ടോ, ഇത് പറയാനൊരു കാരണം മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം മനഃപൂർവ്വം പറഞ്ഞത് വെച്ച് ഇവള് എന്താണ് അടുത്ത വാക്ക് പറയാന്നറിയാൻ വേണ്ടി. വായിക്കി. എന്നാൽ അവൾ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ കർത്താവ് മിണ്ടുന്നില്ല. കർത്താവ് ശിഷ്യന്മാരോട് മറുപടി പറയുന്നു. ശിഷ്യന്മാരുടെ മറുപടി, ശിഷ്യന്മാരോട് ചില ആൾക്കാരുണ്ട്, കുടിയന്മാരുണ്ട്. കുടിയന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വിളിച്ചു പറയും. എന്തിനു വേണ്ടി അറിയാമോ? വിളിച്ചു പറയുന്നത് എന്തിനാ? മറുപടി പറയുന്നത് ശരിക്കും മറ്റേയാൾക്ക് കേൾക്കാൻ വേണ്ടിയാ. അതുപോലെ അപ്പോ അവര് അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടി പറയും. എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പീറ്റർ ബ്രദറിനോടാണ് പറയുന്നതെങ്കിലും ലീലാമാസാദിക്കുള്ള ഒരു കാര്യമാണ് പറയണത് വിചാരിക്കും. അപ്പൊ പീറ്റർ ബ്രദർ മിണ്ടില്ല. കാരണം എന്താ, എന്താണോ വസ്ത്രം എങ്ങനെ പറയണേ എന്ന് വിചാരിക്കും. ആ സമയം ലീലാമാസാദിയുടെ ഉള്ളിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും, അങ്ങനെയല്ല വസ്ത്രം, ഇങ്ങനെ ആയാലും അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കില്ലേ? ഇതുപോലെ തന്നെ അവിടെ സംഭവിച്ചത്. ഇവിടെ അങ്ങനെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഉടനെ അതിന് മറുപടി പറഞ്ഞത് ആരാ? ഈ സ്ത്രീയാ പറഞ്ഞത്. കാനാന്യ സ്ത്രീയാ പറഞ്ഞത്. സീറോ ഫിനിഷ്യൻ സ്ത്രീയാ പറഞ്ഞത്. ഇസ്രായേൽക്കാരിയല്ല പറഞ്ഞത്. അവൾ പറഞ്ഞത് ഇന്നതാണ്. എന്താ പറഞ്ഞത്? അവനെ നമസ്കരിച്ചു. ഇല്ല, ശ്രദ്ധിക്കണമേ, രണ്ട് കാര്യങ്ങൾ. ഒരു പ്രാർത്ഥന, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവനെ ആരാധിച്ചു എന്നാ കാണുന്നത്. ഇവിടെ വിശ്വാസത്തിനെ പ്രതി തന്നെ ആരാധനാ മനോഭാവമുള്ള, സഹായം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ആരാധിക്കുന്ന അനുഭവമുള്ള വിശ്വാസം. കേട്ടോ, അങ്ങനെ വിശ്വാസം. അടുത്ത വായിക്കും. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണേ, ഈ വലിയ വിശ്വാസമോ വെളിപ്പെടണമെങ്കിൽ ചില ഡോസൊക്കെ കൂടണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച ഞാനിങ്ങനെ പറയും മാനപാത്രമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. പ്രവാസകാലത്ത് ഹല്ലേലൂയ ദാനിയേലിനും ആ 3 ചെറുപ്പക്കാർക്കും അവർ മാനപാത്രങ്ങളായി ദൈവം ഉപയോഗിച്ചു. ഒരു കൺവെൻഷനോ ഒരു പ്രാർത്ഥനയോഗങ്ങളോ ഒന്നും നടക്കാത്ത സ്ഥലത്തും റിവൈവൽ നടന്നു. എങ്ങനെ റിവൈവൽ നടന്നു? ആ രാജാവിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് നിയമം മാറ്റി എഴുതി. പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് എന്ന് രാജാവിന് മനസ്സിലായി. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിലൂടെ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ തീച്ചൂളയുടെ ചൂട് എന്തോരം കൂട്ടി? വളരെ 7 മടങ്ങ്, എത്ര മടങ്ങെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കൂട്ടിയത് കാരണം തടിയന്മാരായ ആൾക്കാർ കൊണ്ട് ഇടാൻ ചെന്നവർ തന്നെ കരിഞ്ഞുപോയി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മടങ്ങ് കൂട്ടണ്. പക്ഷെ മടങ്ങെത്ര കൂട്ടിയിട്ടും അവരുടെ വിശ്വാസം ക്ഷയിച്ചില്ല. അവർ വിശ്വാസം ക്ഷയിച്ചില്ല. ഞങ്ങൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും, ഞങ്ങളെ ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങള് വ്യതിചലിക്കില്ല എന്ന് പറഞ്ഞു. അതാ വിശ്വാസം. ഈ സ്ത്രീ പറയാ, കർത്താവിന്റെ അടുത്ത് എന്താ പറയാൻ പോണെന്ന് പോലും അറിയില്ല. എങ്കിലും ഹല്ലേലൂയ
താൻ വിശ്വാസം കൊണ്ട് ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഈ ദാനിയേൽ വിശ്വാസം കൊണ്ട് ഉറപ്പിക്കുക, ഞാൻ ഈ ജീവനുള്ള ദൈവത്തോടല്ല മറ്റവരോട് പ്രാർത്ഥിക്കില്ല, ഞാൻ സേവിക്കില്ല, പ്രാർത്ഥിക്കില്ല, രാജാവിനോട് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഇവിടെ എന്താ ഈ സ്ത്രീയോട് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക്. അപ്പൊ ഇപ്പൊ ഇവരാരായി? നായ്ക്കുട്ടിയായോ? ഡോസ് കൂട്ടിയോ? എന്തിനു വേണ്ടിയാ ഡോസ് കൂട്ടിയത്? കൊല്ലാനുള്ള ഡോസ് കൂട്ടലല്ല, പ്രാർത്ഥന കേൾക്കാതിരിക്കാനുള്ള ഡോസ് കൂട്ടലല്ല, അവളുടെ വിശ്വാസത്തെ പരിശോധിക്കാനുള്ള ഡോസ് കൂട്ടൽ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേണ്ടപ്പെട്ടവരായ പലരും നമ്മളോട് ഇതുപോലെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? നമ്മൾ എന്തോരം വഴക്ക് പറയാറുണ്ട്, എന്തോരം അകന്നു നിൽക്കാറുണ്ട്, എന്തോരം വഴക്ക് പിടിക്കാറുണ്ട്. എന്നാൽ ഈ സ്ത്രീ എന്താ പറഞ്ഞത്? നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീണ നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ പറഞ്ഞ കാര്യം കേൾക്കണമേ. അവൾ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് അല്ലയോ കർത്താവേ, സാധാരണ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ ഭക്ഷിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? അവളുടെ വിശ്വാസത്തിന്റെ ചില പ്രത്യേകതയും കൂടി അവിടെ നമുക്ക് കാണാൻ കഴിയും. അവളുടെ വിശ്വാസം പിറുപിറുക്കാത്ത വിശ്വാസമാണ്. യേശു പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല? പിന്മാറാത്ത വിശ്വാസം, പിറുപിറുക്കാത്ത വിശ്വാസം, വ്യതിചലിക്കാത്ത വിശ്വാസം, സംശയിക്കാത്ത വിശ്വാസം. ഒരപ്പക്കഷണം മതി, ഒരു കടുകുമണിയോളം വിശ്വാസം മതി. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്തൊക്കെ തന്റെ ഐഹികകാലത്ത് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചോ അതെല്ലാം അവളിൽ തെളിഞ്ഞു വരികയാ. ഒരു കടുകുമണിയുടെ വിശ്വാസം. അടുത്തത് അത് മാത്രമല്ല, അവിടെ പറയാം വ്യതിചലിക്കാത്ത വിശ്വാസം, മടുപ്പുകൂടാത്ത, പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ മടുപ്പുകൂടാത്ത വിശ്വാസം. ഹല്ലേലൂയ. അതവൾ വെളിപ്പെടുത്തി ഈ കാര്യത്തിലൂടെ. വായിക്കരുത്. യേശു അവളോട് സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഇവിടെ യേശു പറഞ്ഞു, എന്നാ ശരി, ഞാൻ നിന്റെ മകളെ സൗഖ്യമാക്കാം. അങ്ങനെയൊന്നല്ല പറഞ്ഞത്, കേൾക്കണം. അവൾ എന്താ പറഞ്ഞത്? എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്ന. അപ്പൊ ഭൂതം വരുന്നത് കൊല്ലുവാനും മുട്ടിക്കാനും നശിപ്പിക്കാനും. അങ്ങനെയാണ് അവളുടെ ഹൃദയത്തിൽ എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും? തൻ്റെ മോൾക്ക് ഭൂതോപദ്രവം മാറണം, നല്ലൊരു വിവാഹം നടക്കണം, അല്ലേ? പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ലീലാമ്മ സൗകര്യം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. എന്തുണ്ടാവും? എൻ്റെ മോൻ്റെ മദ്യപാനത്തിൻ്റെ ആസക്തി മാറണം, അവന് നല്ലൊരു വിവാഹം നടക്കണം, അവന് നല്ല മക്കളെ ദൈവം കൊടുക്കണം. എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും, ഇല്ലേ? ആഗ്രഹം ഉണ്ടാവില്ലേ? നിശ്ചയമായിട്ടുണ്ടാവില്ലേ? ആ സ്ത്രീക്ക് അതുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നിന്റെ പ്രാർത്ഥന വിഷയമെന്ന് ചോദിച്ച് മറുപടി കൊടുക്കുകയല്ല ചെയ്തത്. വിശ്വാസം വലുതായി വന്നപ്പോൾ ഹല്ലേലൂയ, യേശു പറയുക, മകളെ, നിന്റെ ഹൃദയത്തിലെ വിശ്വാസം പോലെ, ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താ? അവളുടെ വിശ്വാസം എത്രയുണ്ടത്? വിശ്വാസം പരിശോധിക്കപ്പെടുന്ന തീയിലൂടെ പരിശോധിക്കപ്പെടാം. ഉറപ്പ്. വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് തീയിലൂടെയാ. തീ വരുമ്പോഴേക്കും തീയിൽ നിന്ന് വെള്ളത്തിനോടേക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? കാര്യമില്ല. പരിശോധിക്കട്ടെ. കർത്താവിന്റെ പുറകിൽ പോയവരെ നശിപ്പിക്കാൻ, കർത്താവിന്റെ പുറകിൽ പോയവനെ ലജ്ജിപ്പിക്കാൻ കർത്താവ് അനുവദിക്കുമോ? ഇല്ലയോ? ഒരിക്കലുമില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല, അവരുടെ മുഖം പ്രകാശിച്ചു. എത്ര സങ്കീർത്തനത്തില പറഞ്ഞ? എത്ര സങ്കീർത്തനത്തില? 34 സങ്കീർത്തനം. ഹല്ലേലൂയ. 34 സങ്കീർത്തനത്തിലെ വാക്കിയെടുത്ത് വായിച്ചേ. അവരുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിച്ചുമില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് എന്തിനെ പേടിക്കണേ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഇത് ഹൃദയത്തിന്റെ കൽപ്പലകളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ മാംസപ്പലകളിൽ എഴുതി വെച്ച ഒരു വ്യക്തിക്ക്, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഈ സീറോഫിനീഷ്യൻ സ്ത്രീ. ഹല്ലേലൂയ. അവൾക്കറിയാം എത്ര ആരൊക്കെ എന്തു പറഞ്ഞാലും ഈ കർത്താവ് തള്ളിക്കളയില്ലെന്നും അവന്റെ മുഖത്തേക്ക് നോക്കിയവർ, അവനിൽ വിശ്വസിച്ചവർ, അവനോട് വിശ്വാസത്താൽ അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും ഒരു പരാജയം സംഭവിക്കുകയില്ല.
ഒന്ന് ആലോചിച്ച് ഈ കർത്താവിനെ കണ്ടി. അതുകൊണ്ട് എന്തുണ്ടായി? അവിടെ ചെല്ലുമ്പോൾ അവൾ ധൈര്യപൂർവ്വം ചെല്ലണം. അവിടെ ചെന്നപ്പോൾ അവളുടെ മുഖം പ്രകാശിച്ചു. അവളുടെ മുഖം പ്രകാശിച്ചു. അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അവരുടെ കുടുംബത്തിനൊരു സാക്ഷ്യം വന്നു. ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനിടയായി. ഏത് നാഴിക മുതൽ? യേശു ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. മകളെ, നിന്റെ വിശ്വാസം വലിയത്. നമുക്ക് എത്ര പേർക്ക് യേശു ഈ വിശ്വാസം തരും? വിശ്വാസത്തിന്റെ വരം എന്ന് പറയുന്നത് അങ്ങനെ ഇനി ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഉടനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരമായ വിശ്വാസത്തിന്റെ വരം എനിക്ക് ലഭിക്കണം. എന്താ വിശ്വാസത്തിന്റെ വരം? ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കൃപാവരം എന്ന് പറയുന്നത് എനിക്കതില്ല, എന്നാൽ എനിക്കത് ആഗ്രഹമുണ്ട്. അത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അർഹിക്കാത്ത സ്ഥലത്ത് അത് പകുത്തു കൊടുത്ത് വിശ്വാസത്തിന്റെ വരമായി കൊടുക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായി മാറും. ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കാം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറഞ്ഞത് യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വിശ്വാസം, അത് കാണിച്ചത് ഒരു വിശ്വാസിയായിരുന്ന സോക്കോൾഡ് ഒരു ഇസ്രായേലൈറ്റ് ആയിരുന്ന സ്ത്രീയല്ല, ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീ. അവളുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കിയ പ്രത്യേകത കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന വിശ്വാസം. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തത്, അതായത് അധികാരമുള്ള കർത്തൃത്വമുള്ള ആ വ്യക്തിയുള്ള ആ അധികാരത്തിലുള്ള വിശ്വാസം. മറ്റൊന്ന് വചനാധിഷ്ഠിതമായ വിശ്വാസം. കഴിയുമെന്ന വിശ്വാസം, പിറുപിറുക്കാത്ത വിശ്വാസം. ഹല്ലേലൂയ. മത്സരിച്ച് പിന്തിരിഞ്ഞു പോകാത്ത വിശ്വാസം, ആരാധന മനോഭാവമുള്ള വിശ്വാസം, ഏറ്റുപറയുന്ന വിശ്വാസം. ഒരു വിശ്വാസം കൂടി ഞാൻ പറയാം. എന്താ ഏറ്റുപറയുന്ന വിശ്വാസം? ഒരാൾ രക്ഷിക്കപ്പെടുന്ന എപ്പോഴാ? കർത്താവിനെ ഏറ്റുപറയുമ്പോഴല്ലേ, അല്ലേ? ഇവളെന്താ പറഞ്ഞു? ഇവളെന്തൊക്കെ ഏറ്റു പറഞ്ഞു? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവളെന്തൊക്കെ ഏറ്റു പറഞ്ഞു? ഒന്ന് പറഞ്ഞു, അതേ കർത്താവേ, ഞാനൊരു നായ്ക്കുട്ടിയെന്ന് പറഞ്ഞു, ഞാനൊരു പാപിയാണ്, ഞാൻ ശാപത്തിനടിമയാണ്, ഞാൻ ഈ കുറവുള്ളവളാണ് എന്നവൾ ഏറ്റു പറഞ്ഞോ? ഏറ്റു പറഞ്ഞു. അവള് പറഞ്ഞു, അതായത് നായ്ക്കുട്ടിയാണ്, എന്നാലും അങ്ങ് എന്നോട് കരുണ ചെയ്യണം, അല്ലെ? അപ്പോ ഏറ്റു പറഞ്ഞു, പാപങ്ങളെ ഏറ്റു പറഞ്ഞു, കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞു, രക്ഷകൻ ഏറ്റു പറഞ്ഞു, വചനപ്രകാരം വന്നവനെന്ന് ഏറ്റു പറഞ്ഞു, കരുണയുള്ളവനെന്ന് ഏറ്റു പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നവനെന്ന് ഏറ്റു പറഞ്ഞു. ഏറ്റുപറയുന്ന വിശ്വാസം. ഏതെല്ലാം വിശ്വാസം? പിന്തിരിയാത്ത വിശ്വാസം, പിറുപിറുക്കാത്ത വിശ്വാസം, അന്വേഷിക്കുന്ന വിശ്വാസം, വചനാധിഷ്ഠിതമായ വിശ്വാസം, ആരാധനാപരവുമുള്ള വിശ്വാസം, ഏറ്റുപറയുന്ന വിശ്വാസം, മടുപ്പുകൂടാത്ത വിശ്വാസം, പിൻഗമിക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. അതുകൂടി ഞാൻ പറയാ. കാരണം എത്ര എതിർത്ത് പറയുമ്പോഴും പിന്നാലെ പിടിക്കുക, അനുഗമിക്കുന്ന, ഹല്ലേലൂയ, പിന്തുടരുന്ന വിശ്വാസം. നമ്മുടെയൊക്കെ വിശ്വാസം നമ്മുടെ മരണം വരെ കർത്താവിനെ പിന്തുടരേണ്ട വിശ്വാസമാണ്. ഹല്ലേലൂയ. ഒരുക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചില അവസ്ഥകളിൽ നിന്ന് മാറ്റം വരാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിന് വേറെ മാർഗമൊന്നുമില്ല. അതിന് മാർഗമായിരിക്കുന്ന വലിയ വിശ്വാസമാ കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന വചനാധിഷ്ഠിതമായ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വിലയേറിയ വിശ്വാസത്തിലേക്ക് വഴി നടത്തുവാൻ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.